ഞാൻ നിങ്ങളുടെ സ്വന്തം ജയലക്ഷ്മിയാണ്. എൻ്റെ ഒരു ചെറിയ റോസാത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഞാനും എൻ്റെ ചേച്ചിയും കൂടി ചേർന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റോസാത്തോട്ടമാണ്. ഇതിനത്രയ്ക്ക് നിങ്ങൾക്കും കാണിക്കാൻ എന്താണ്, ബാക്കി ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതുണ്ടോ ആ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പഴയ റോസില്ലേ, കാട്ടു റോസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കാട് പിടിച്ച് ഒരുപാട് പൂക്കൾ പിടിക്കുന്ന റോസ്, അത് ഫുള്ള് ഇവിടെ ചെയ്തിരിക്കുന്ന രീതിയുണ്ടോ, മറ്റേ മിയാവാക്കി ഫോറസ്റ്റ് ചെയ്യുന്നത് പോലെ ദൂരെ തടവെടുത്തിട്ടില്ല, എല്ലാ റോസാ കമ്പുകളും ഇവിടെ നിരത്തി പിടിച്ച് ഒന്നിച്ചിട്ട്. അപ്പോൾ അവർക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുമല്ലോ വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളർന്നിട്ടാണ് ഡെയിലി ഒരു 19 പൂവോളം ഉണ്ട്. ആ റോസിനകത്താണ് ഏറ്റവും കൂടുതൽ പൂ വരുന്നത്. ആഫ്രിക്ക വെച്ചിനോട് യുദ്ധം ചെയ്ത് ഇത്രയൊക്കെ ആവുന്നുള്ളൊന്നും മാത്രം. അവർ തിന്നുന്നതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഈ കാണുന്നത്. മാക്സിമം മുട്ടായിട്ട് വരുമ്പോൾ തന്നെ അവരതെല്ലാം തിന്ന് തീർക്കാറുണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് വേറെ 1-2 പേരും കൂടെ നട്ടിട്ടുണ്ട്. ഭംഗിക്ക് ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ. ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാമെന്ന് പറയുന്ന പോലെയാണ് ചേച്ചി ഞാനിവിടെ ഇങ്ങനെ ഓരോന്നോരോന്ന്. ഇവിടെ എല്ലാം കാട് പിടിച്ച് വേസ്റ്റ് കിടക്കുമായിരുന്നു. ചേച്ചി അതെല്ലാം കുത്തി ഇളക്കി കളഞ്ഞ് റോസക്കമ്പ് മൊത്തം കൊണ്ടുവന്നും ചേച്ചിയാണ്, ഞാനല്ല. കൂട്ടത്തിലൊരു തുളസിച്ചെടി, നമ്മുടെ പഴയ കണ്ണാടിച്ചെടികളെല്ലാം നല്ല വെയിലിട്ടുന്നിടത്താണ് നമുക്ക് ഈ റോസ് കളർ കിട്ടുന്നത്. വെയിലില്ലാതെ വിരിഞ്ഞ ഒരു റോസ് പൂവിന് കാണിച്ചു തരാം. ഇതുണ്ടോ വൈറ്റ് കളർ പോലെ ഫീൽ ചെയ്യുന്നത്, ഒട്ടുമേ കളറില്ലാണ്ടായിപ്പോയി. അത് കാരണം ഈ വത്സം ചെടിയുടെ ഇടയിലാണ് അത് വിരിഞ്ഞിട്ടുള്ളത്. സൈഡിൽ വേലിയിട്ട പോലെ 4-5 ചോളം കൂടെ നട്ടിട്ടുണ്ട്. അത്യാവശ്യം വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ബൈ.